നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ വാർഷിക സമ്മേളനം നാളെ നടക്കും. രാവിലെ 10-ന് ആൽഫ പുനർജനി ഹാളിൽ നടക്കുന്ന സമ്മേളനം കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്യും. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂർദീൻ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ 2024 വർഷത്തെ സർവീസ് റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ എന്നിവ അവതരിപ്പിക്കും. സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിനായുള്ള വിവിധ പദ്ധതികളും യോഗം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് KA ഖദീജാബി, സെക്രട്ടറി EV രമേശൻ, ട്രഷറർ തിലകൻ മാസ്റ്റർ എന്നിവർ അറിയിച്ചു. കൊല്ലം കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ജോയ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ECS ഫോം വിതരണവും ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. കോളേജ് ഡയറക്ടർ ഫാദർ ബോബി, ആൽഫ കൊല്ലം സെന്റർ സെക്രട്ടറി ബിന്ദു സാജൻ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫാദർ ജോബി മാത്യു എന്നിവർ നേതൃത്വം നൽകി. ആൽഫ കൊച്ചി സെന്ററിലെ രോഗികളുടെ ഉപയോഗത്തിനായി ഓക്സിജൻ സിലിണ്ടർ സംഭാവനയായി ലഭിച്ചു. കെന്നഡിമുക്ക് സ്വദേശി റോയി അമ്പാട്ടാണ് ഓക്സിജൻ സിലിണ്ടർ സംഭാവന നൽകിയത്. ആൽഫ കൊച്ചി സെന്റർ ട്രഷറർ തോമസ് വർഗീസ്, വൈസ് പ്രസിഡന്റ് TJ കുര്യൻ എന്നിവർ സിലിണ്ടർ ഏറ്റുവാങ്ങി. തൃശൂർ പുത്തൻചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരുഷ് ക്ലബ് രൂപീകരണ യോഗം നടത്തി. പ്രൊഫസർ KR വർഗീസ് പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ആൽഫ വെള്ളാങ്കല്ലൂർ സെന്റർ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, ഷഫീർ കാരുമാത്ര, സെക്രട്ടറി മെഹർബൻ എന്നിവർ ആൽഫയുടെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. NSS കോർഡിനേറ്റർ സിന്ധു സ്വാഗതവും മിഷൻ ടീച്ചർ നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.